ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മൂട്ടകടിയുടെ വില 1,29,000 രൂപ. കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഈ സംഭവം നടന്നതും ഇത്രയും തുക ലഭിച്ചതും കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള ദീപിക സുവർണ എന്ന യുവതിക്കാണ്. ഈ യുവതി അവരുടെ ഭർത്താവും കൂടി അവർക്ക് കളേഴ്സ് കന്നഡ ചാനലിലെ രാജാറാണി എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ മംഗലാപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇവർ റെഡ് ബസ് എന്ന ആപ്പ് വഴിയാണ് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. റെഡ് ബസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ആപ്പാണ് ഈ റെഡ് ബസ്. അപ്പോൾ ഈ റെഡ് ബസ് എന്ന് പറഞ്ഞ ആപ്പ് വഴി ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ സീബേർഡ് ട്രാവൽ എന്ന കമ്പനിയുടെ ഒരു സ്ലീപ്പർ ബസ്സിലാണ് ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ 2022 ഓഗസ്റ്റ് 16 രാത്രി ഇവർ മാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്തു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ യാത്രക്കിടെ ഇവർക്ക് ഭയങ്കരമായ മൂട്ടകടിയേറ്റു, പ്രത്യേകിച്ച് ഈ ലേഡിക്ക്. അപ്പോൾ അവർ ആ സമയത്ത് ഡ്രൈവറിനോടും കണ്ടക്ടറോടൊക്കെ പരാതി പറഞ്ഞു, ഇങ്ങനെ മൂട്ട കടിക്കുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഇവരിതൊന്നും വലിയ മൈൻഡാക്കിയില്ല. അങ്ങനെ ഇവർ പിറ്റേ ദിവസം രാവിലെ ബാംഗ്ലൂരിലെത്തി. അപ്പോഴേക്കും ഈ ദീപിക സുവർണ എന്ന് പറഞ്ഞ യുവതിക്ക് ഭയങ്കര ഇച്ചിങ്ങും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ ശരീരം മുഴുവൻ ഇച്ചിങ്ങായി, അങ്ങനെ ചുവന്ന് തുടുത്തു. അങ്ങനെ അവർ അവിടെ ഹോസ്പിറ്റലൈസ്ഡായി. ബാംഗ്ലൂരിലുള്ള ഹോസ്പിറ്റലിൽ ഇവർ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. നെക്സ്റ്റ് ഡേ നടക്കേണ്ടിയിരുന്ന റിയാലിറ്റി ഷോയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി മതിയായ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ പ്രോപ്പറായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഈ റിയാലിറ്റി ഷോക്കാർ ഇവർക്ക് കൊടുക്കാമെന്ന് ഏറ്റ പേയ്മെൻറ്റൊക്കെ വളരെ കുറച്ചാണ് കൊടുത്തത്. അങ്ങനെ ഇവർക്ക് ഭയങ്കര മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടായി, വളരെ സാമ്പത്തിക നഷ്ടമുണ്ടായി. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ കർണാടകയുടെ കൺസ്യൂമർ കോർട്ട് അഥവാ ദക്ഷിണ കന്നഡയിലുള്ള ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഅഡ്രസൽ കമ്മീഷനിൽ പരാതി കൊടുത്തു. അങ്ങനെ ഈ കമ്മീഷൻ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഅഡ്രസൽ കമ്മീഷൻ അവർ ഈ പരാതി അന്വേഷിച്ചു. പരാതി അന്വേഷിച്ചതിൻ്റെ ഭാഗമായി ഈ സംഭവങ്ങളൊക്കെ നടന്നതാണെന്നും അവർക്ക് മൂട്ടകടിയേറ്റെന്നും ബസ്സിൽ അവർ പിന്നെ കണ്ടക്ടറോടും ഡ്രൈവറോടൊക്കെ പരാതി പറഞ്ഞെന്നും അവരൊന്നും അതൊരു മുഖവിലക്കെടുത്തില്ല എന്ന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സാമ്പത്തിക നഷ്ടത്തിന് 1,00,000 രൂപയും അതുപോലെ മെഡിക്കൽ എക്സ്പെൻസിന് 18,650 രൂപയും അതുപോലെ ഇവർ റെഡ് ബസ്സിൽ പേ ചെയ്ത 840 രൂപ ടിക്കറ്റും പിന്നെ അതുപോലെ അവർക്ക് കേസ് നടത്താൻ ആവശ്യം 10,000 രൂപയും ഇതെല്ലാം ഇക്കാലയളവിലുള്ള 6% ഇൻട്രസ്റ്റും കൂടിയാണ് ഇവർക്ക് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ മൂട്ടകടിക്ക് നഷ്ടപരിഹാരമായി ദീപിക സുവർണക്ക് ഈ നഷ്ടപരിഹാര തുകയായ 1,29,000 രൂപ ഈ സീബേർഡ് ടൂറിസ്റ്റ് ബസ് കമ്പനിക്കാർ ഈ ദീപിക സുവർണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ മൂട്ടയെയും കൊതുകിനെന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ചെറുതായി കാണരുത്. അവർ നമ്മൾക്ക് ഭയങ്കര നഷ്ടമുണ്ടാക്കിയേക്കാം. എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.